പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങൾ. വിശുദ്ധ മത്തായി ശ്ലീഹായെ വിളിക്കുന്ന തിരുവചന ഭാഗം നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു. തിരുസഭയിൽ ഇന്ന് വളരെ പ്രത്യേകമായി 3 നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. നമുക്ക് ത്യാഗപൂർവം ഈശോയുടെ കൂടെ നോമ്പിന്റെ മനസ്സോടുകൂടി ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. മത്തായി ശ്ലീഹായെ വിളിക്കുന്നത് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നു. ചുങ്കസ്ഥലത്തിരുന്ന മത്തായിക്ക് വിശുദ്ധനായ ഒരു അപ്പസ്തോലനാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഈശോ കണ്ടു. മത്തായി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്ന് മാത്രമേ സുവിശേഷം പറയുന്നുള്ളെങ്കിലും ഈശോ സത്യത്തിൽ കണ്ടത് അവിടെ ഇരുന്ന ചുങ്കക്കാരനായ പണം പിടിച്ചു മേടിക്കുന്ന പാപ ചിന്തകൾ മനസ്സിലുള്ള ഒരു മത്തായിയെ അല്ല, മറിച്ച് അവൻ എന്തായിത്തീരാൻ പറ്റും എന്ന് ബോധ്യമുള്ള ഒരു മത്തായിയാണ്. ഇതുവരെ ആരും അങ്ങനെ മത്തായിയെ കണ്ടിരുന്നുമില്ല. നമുക്കും ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു ബോധ്യം ഇതാണ്. ഇപ്പോൾ ഒരാൾ എങ്ങനെയാണ് എന്നല്ല അവൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഞാൻ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത്, മറിച്ച് അവന് എന്തായിത്തീരാൻ പറ്റും, അവന് എന്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈശോയെ പോലെ ഞാൻ നടത്തുന്ന ഒരു ഇടപെടലായിരിക്കാം ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, മറ്റൊരു ജീവിത അവസ്ഥയിലായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എനിക്ക് മാത്രമായിരിക്കാം ഈശോയെ പോലെ ഒന്ന് കടന്നു ചെല്ലാനും ഒന്ന് ഇടപെടാനും സാധിക്കുന്നു. ഒരുപക്ഷെ എന്നിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അതിനെ അവഗണിച്ചു പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ മത്തായിയുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നു. അവനോട് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഒരാളിലുള്ള സാധ്യതയെ പോസിറ്റീവായ മനസ്സോടെ നോക്കിക്കാണാനും ആരെക്കുറിച്ചും നെഗറ്റീവായി ചിന്തിക്കാതിരിക്കാനും അവരെ വിധിക്കാതിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനാണ്, നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്യേണ്ടത്, ഈശോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും അങ്ങയെക്കുറിച്ച് പറയാനും അങ്ങയുടെ മനസ്സോടെ അവരെ കാണാനും ചിന്തിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് അങ്ങ് ഇത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ നെഗറ്റീവായ മനസ്സോടെ കാണാതിരിക്കാനും അവരായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ പേരിൽ വിധിക്കാതെ അവരെ എങ്ങനെ ആ സ്ഥാനത്ത് നിന്ന്, ആ തിന്മയിൽ നിന്നോ ആ മോശമായ അവസ്ഥയിൽ നിന്നോ മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള അവരിലെ സാധ്യതയുടെ കാര്യത്തെ പോസിറ്റീവായ മനസ്സോടെ കാണാനും അങ്ങേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഇടപെടാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.